അപ്പൊ ഇന്നിവിടെ ഇരിക്കുന്നത് വളരെയധികം സങ്കടത്തോടു കൂടിയാണ്. കാരണം അറിയാലോ, നമ്മുടെ 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം PSC ഒഫീഷ്യലായിട്ട് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ആദ്യം PSCയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു മറുപടി എന്ന് പറയുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾ ഈ ഒരു എക്സാം റദ്ദാക്കുന്നു എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കാരണം ആലപ്പുഴ ജില്ലയിലെ ഒരു എക്സാം സെന്ററിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയത് കൊണ്ടാണ്, അതായത് ഉച്ചയ്ക്ക് നടക്കാതിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് രാവിലെ കൊടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു എക്സാം ക്യാൻസൽ ആക്കുന്നത്. ഓക്കെ, നിങ്ങൾ ക്യാൻസൽ ആക്കി, അതൊക്കെ ശരി. എന്നാൽ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ അവർക്കും ചിലതൊക്കെ പറയാനില്ലേ, അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം എല്ലാ ഉദ്യോഗാർത്ഥികളെയും സംബന്ധിച്ച് അവരുടെ എക്സാം സെന്ററുകൾ എന്ന് പറയുന്നത് അവരുടെ വീടിന്റെ അടുത്തായിരിക്കണം എന്നില്ല. കാരണം ഒരുപാട് പേര് ട്രാവൽ ചെയ്ത് രാവിലെ തന്നെ എക്സാം സെന്ററിൽ എത്തിയവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം അവർ അത്രയധികം അവരുടെ ആ ഒരു ടൈം, അല്ലെങ്കിൽ 6 മാസത്തോളം, കുറഞ്ഞത് 6 മാസത്തോളമെങ്കിലും പ്രിപ്പയർ ചെയ്ത് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് എക്സാം ഹാളിലേക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയത്. അപ്പൊ അവസാന നിമിഷം ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയത് കൊണ്ട് ഞങ്ങൾ ഈ ഒരു എക്സാം ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ അല്ലെ. കാരണം പ്രൈവറ്റ് ജോലിക്ക് പോകുന്നവർ കാണും. കാരണം അവർ ആ ഒരു ദിവസം ലീവ് എടുത്തിട്ടാണ് അല്ലെ, ആ ഒരു ജോലി പോലും മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു എക്സാം അവർ അത്രയും പ്രിപ്പയർ ചെയ്തുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയത്. അതേപോലെ വീട്ടമ്മമാര് അവർ തിരക്കിനിടയിൽ അവർ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തും. സോ അവർ ഒരുപാട് പേര് അത്രയും പ്രതീക്ഷയോടെ ഒരു എക്സാം ഹാളിൽ എത്തിയപ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു, നമ്മൾ ഈ ഒരു എക്സാം ഇന്ന് ക്യാൻസൽ ചെയ്യാണ് എന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ട് സങ്കടത്തോടുകൂടി തിരികെ പോകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇനിയും ഇങ്ങനൊരു അവസ്ഥ കാരണം PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. കാരണം ഓഗസ്റ്റ് 1-ാം തീയതി 3ഉം 4ഉം സ്റ്റേജ് 10th പ്രിലിംസിൽ നടക്കാൻ പോവാണ്. അപ്പൊ ഇതേ അവസ്ഥ അവിടെ ഉണ്ടാകുകയാണെങ്കിൽ PSCയുടെ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞു. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഉണ്ടാകുന്ന അപേക്ഷകരുടെ എണ്ണം. ഓരോ പോസ്റ്റ് എടുത്ത് നോക്കിയാലും, ഇപ്പൊ LDC എടുത്താലും, ഡിഗ്രി പ്രിലിംസ് എടുത്താലും, ഏത് പോസ്റ്റ് എടുത്താലും, CPO എടുത്താലും, ഏതൊരു പോസ്റ്റ് എടുത്താലും മുൻ വർഷത്തെയുള്ള അപേക്ഷകരുടെ എണ്ണം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അപേക്ഷകരുടെ എണ്ണം കുറവാണ്. PSC അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് കുട്ടികൾ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി അത്രയും നല്ല രീതിയിൽ ഓഗസ്റ്റ് 1-ാം തീയതി വരാൻ പോകുന്ന എല്ലാ എക്സാംസും നടത്തുക. കാരണം ഉദ്യോഗാർത്ഥികൾ വളരെയധികം ടെൻഷനിലാണ്. കാരണം അവരിനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് അറിയാതിരിക്കുകയാണ്. അപ്പോൾ അവരോട്, അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് സ്റ്റേജ് എക്സാം എഴുതാതെ തിരികെ വീട്ടിലോട്ട് പോയവരോടാണ് എനിക്ക് ഇനി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ഒഫീഷ്യൽ ഡേറ്റ് ഉടനെ തന്നെ PSC അറിയിക്കും. അങ്ങനെ ഒരു അപ്ഡേറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഠനം നിർത്തരുത്. കാരണം നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് നിൽക്കുന്നവരാണ്. സോ ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ എക്സാം ഡേറ്റ് ഉടനെ PSCയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നതായിരിക്കും. അതേപോലെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതിയവരോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഓൾറെഡി ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ എക്സാം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് നിലവിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് ഇനി ഒരു എക്സാം നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഒരു എക്സാം നടത്തുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉടനെ അതിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന സ്റ്റേജുകാരും 3ഉം 4ഉം സ്റ്റേജുകാരും എത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്തുക, അല്ലെങ്കിൽ ചെയ്യുക. കാരണം ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആവണ്ട. ഇനിയും ഇതേപോലെ സംഭവിക്കോ എന്നൊന്നും വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. കാരണം ഇനിയൊന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതേപോലെ ഉദ്യോഗാർത്ഥികളൊക്കെ നല്ല രീതിയിൽ പഠിച്ചോ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം.